നമസ്കാരം. ഫിൻവെസ്റ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ടൈപ്സ് ഓഫ് GST ഇൻ ഇന്ത്യ. So there are 4 components of GST such as CGST, SGST, IGST and UTGST. ഇപ്പോൾ ടൈപ്പ് ഓഫ് GST ചോദിച്ചാലും കോമ്പോണൻസ് ഓഫ് GST എന്ന് ചോദിച്ചാലെല്ലാം ഇത് തന്നെയാണ് എഴുതേണ്ടത്. ഇനി ഈ ടൈപ്സ് ഓഫ് GST ഡിറ്റർമൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുകയാണ്. UTGST ആണോ, SGST ആണോ, IGST ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നേച്ചർ ഓഫ് ദ സപ്ലൈ. ദാറ്റ് മീൻസ് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആണോ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണോ എന്ന് നോക്കിയിട്ട് വേണം എന്ത് തീരുമാനിക്കാൻ, നേച്ചർ ഓഫ് സപ്ലൈ തീരുമാനിക്കാൻ. അപ്പം ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞാൽ അവിടെ ലൊക്കേഷൻ ഓഫ് ദ സപ്ലയറും ലൊക്കേഷൻ ഓഫ് ദ ബയറും രണ്ടുപേരുടെയും ലൊക്കേഷൻ എവിടെയായിരിക്കും, സെയിം സ്റ്റേറ്റിൽ തന്നെയായിരിക്കും. ഇപ്പോൾ കേരളത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇപ്പോൾ കണ്ണൂർ, കാസർഗോഡ് ഒരാൾ സപ്ലയർ കണ്ണൂരും ബയർ കാസർഗോഡുമാണ് എങ്കിൽ അതിന് എന്നാ ട്രാൻസാക്ഷൻ എന്ന് പറയാൻ പറ്റും, ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. അതേസമയം ഈ ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണ് എങ്കിൽ നമ്മളവിടെ ചാർജ് ചെയ്യുന്നത് ഏതായിരിക്കും, CGSTയും അതുപോലെ തന്നെ SGSTയും ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. സോ വിത്തിൻ സ്റ്റേറ്റ് ആണെങ്കിൽ CGST ആൻഡ് SGST വിൽ ബി ക്ലെയിംഡ്. സോ വെൻ ദ ട്രാൻസാക്ഷൻ ഹാപ്പൻസ് വിത്തിൻ യൂണിയൻ ടെറിട്ടറീസ്, സ്റ്റേറ്റിന് പകരം യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ അവിടെ എന്ത് ചാർജ് ചെയ്യും, UTGST ചാർജ് ചെയ്യും. അത് SGSTക്ക് പകരം UTGST ചാർജ് ചെയ്യും. അതേസമയം ഇൻ്റർ സ്റ്റേറ്റ് ആണെങ്കിൽ, അതായത് ലൊക്കേഷൻ ഓഫ് ദ സപ്ലയറും പ്ലേസ് ഓഫ് ദ ബയറും, പ്ലേസ് ഓഫ് ബയർ എന്നാണ് വേണ്ടത് കേട്ടോ, ലൊക്കേഷൻ ഓഫ് ദ സപ്ലയറും പ്ലേസ് ഓഫ് ദ ബയറും ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലാണ് എങ്കിൽ, രണ്ടുപേരും രണ്ട് സംസ്ഥാനങ്ങളിലാണ് എങ്കിൽ, ഇപ്പോൾ ഒരാൾ കർണാടകത്തിലും ഒരാൾ കേരളത്തിലുമാണ് എങ്കിൽ നമ്മൾ ചാർജ് ചെയ്യുന്നത് ഏതായിരിക്കും, ഇൻ്റർ സ്റ്റേറ്റ് ആണ്. ഇൻ്റർ സ്റ്റേറ്റ് ആണെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യുന്നത് IGST ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സപ്ലൈയുടെ നേച്ചർ നോക്കിയിട്ടാണ് നമ്മൾ ഇൻ്റർ സ്റ്റേറ്റ് ആണോ ഇൻട്രാ സ്റ്റേറ്റ് ആണോ എന്ന് നോക്കിയിട്ടാണ് ഏത് ടാക്സ് ഈടാക്കണമെന്നുള്ള തീരുമാനം എടുക്കുന്നത്. ഫസ്റ്റ് വൺ CGST. അപ്പോൾ CGST എന്ന് പറയുന്നവർക്ക് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അത് ലെവീഡ് ആൻഡ് കളക്റ്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും അത് ലെവി ചെയ്യുകയും കളക്ട് ചെയ്യുകയും ചെയ്യുന്നത്. എങ്ങനെയുള്ള സപ്ലൈക്കാണ്, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈക്കായിരിക്കും. ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ ദി CGST ആക്ട് 2017. പിന്നെ മറ്റൊരു പ്രത്യേകത, if a seller sells a product to a supplier within the same state, CGSTയോടൊപ്പം തന്നെ ഏതും ഉണ്ടാകും, SGSTയും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ CGSTയുടെ കൂടെ SGSTയും എപ്പോഴും ഉണ്ടായിരിക്കും. ഇനി യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ SGSTക്ക് പകരം ആര് വരും, UTGST വരും. ഓക്കെ, അപ്പം CGST എന്ന് പറഞ്ഞാൽ ഇത്രമാത്രമേ ഉള്ളൂ. സെൻട്രൽ ഗവൺമെൻറ് ആണത് ചാർജ് ചെയ്യുന്നത്, അല്ലെ സെൻട്രൽ ഗവൺമെൻറ്റിലേക്കാണ് നമ്മളത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. എങ്ങനെയുള്ള ട്രാൻസാക്ഷൻ ആയിരിക്കും, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആയിരിക്കും, വിത്തിൻ ദ സ്റ്റേറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ SGSTയുടെ ഫുൾ ഫോം സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അതും എങ്ങനെയുള്ളതാണ്, വിത്തിൻ ദ സ്റ്റേറ്റ്. സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എവിടെ നടക്കുന്നു, അതായത് പ്ലേസ് ഓഫ് സപ്ലൈയും അതുപോലെ തന്നെ പ്ലേസ് ഓഫ് ബയറും എവിടെ തന്നെ ആയിരിക്കും, വിത്തിൻ ദ സ്റ്റേറ്റ് ആണെങ്കിൽ അവിടെയാണ് എന്ത് ചെയ്യുക, SGST ചാർജ് ചെയ്യുന്നത്. SGSTനെ കൺട്രോൾ ചെയ്യുന്ന ആക്ട് SGST ആക്ട് 2017 പ്രകാരമാണ്. മറ്റൊരു പ്രത്യേകത, SGST കളക്ട് ചെയ്യുന്നത് ആരായിരിക്കും, സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരുമിച്ചുള്ളൊരു എക്സാമ്പിളാണ് പറയുന്നത്. രാജേഷ് ലിമിറ്റഡ്, അദ്ദേഹം കണ്ണൂരിലുള്ളൊരു ഡീലറാണ്. അദ്ദേഹം വിജയ്, കോട്ടയത്തുള്ള വിജയ് എന്ന് പറയുന്ന വ്യക്തിക്ക് 10,000 രൂപയുടെ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തു. 18% GST റേറ്റ് ഈടാക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഒരാൾ കണ്ണൂരും മറ്റൊരാൾ കോട്ടയത്തുമാണ്. അപ്പം എങ്ങനെയുള്ളതാണത്, ഇൻട്രാ സ്റ്റേറ്റ് ആണ്, വിത്തിൻ ദ സ്റ്റേറ്റ് ആണ് അല്ലേ. അപ്പോൾ വിത്തിൻ ദ സ്റ്റേറ്റ് ആകുമ്പോൾ നമ്മളവിടെ ഈടാക്കുന്നത് SGSTയും CGST ആയിരിക്കും. അപ്പോൾ 18% GST റേറ്റ്. അപ്പോൾ അതിൻ്റെ 9% സെൻട്രൽ ഗവൺമെൻറ്റും 9% ആരെടുക്കും, സ്റ്റേറ്റ് ഗവൺമെൻറ്റും എടുക്കും.
ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പ്രകാരം 10,000-ൻ്റെ 18% എന്ന് പറയുന്നത് 1,800 രൂപയാണ്. ഈ 1,800-ൽ നേരെ പകുതി 900 വിൽ ബി അപ്പോർഷൻ ടു ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് 900 വിൽ ഗോ ടു ദി കേരള ഗവൺമെൻറ്. ഓക്കെ, അപ്പോൾ രണ്ടുപേരും കേരളത്തിൽ തന്നെ ആയതുകൊണ്ടാണ് ഏത് അപ്ലൈ ചെയ്യുന്നത്, SGST ആൻഡ് CGST അപ്ലൈ ചെയ്യുന്നത്. ഇനി അടുത്തതാണ് UTGST. UTGSTയും SCSTയും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസമുള്ളൂ, സ്റ്റേറ്റിന് പകരം UTGST എവിടെയായിരിക്കും അപ്ലൈ ചെയ്യുക, യൂണിയൻ ടെറിട്ടറിയിലാണ്. ഓക്കെ, UTGST ആക്ട് 2017 ആണ് ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്, ഗവേൺ ചെയ്യുന്നത്. ഇതിൻ്റെ റവന്യൂ കളക്ട് ചെയ്യുന്നത് ആരായിരിക്കും, യൂണിയൻ ടെറിട്ടറി ആയിരിക്കും. ഓക്കെ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ SGSTക്ക് പകരം ആര് വരുന്നു, UTGST വരുന്നു. യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ അവിടെ UTGST ആയിരിക്കും വരിക. ഇനി UTGSTയുടെ കൂടെ ആരും ഉണ്ടാകും, CGST ഉണ്ടാകും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഡൽഹി, ജമ്മു ആൻഡ് കാശ്മീർ, പോണ്ടിച്ചേരി ഈ 3 യൂണിയൻ ടെറിട്ടറിയുടെയും പ്രത്യേകത, അവിടെ സ്വന്തമായിട്ട് ഗവൺമെൻറ് ഉണ്ട്, അല്ലെങ്കിൽ നിയമസഭയുണ്ട്, ലെജിസ്ലേച്ചർ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് അവിടെ SGST ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ ലക്ഷദ്വീപ്, അതുപോലെ തന്നെ ചണ്ഡീഗഡ്, ദാദ്ര നഗർ ഹവേലി, അവിടുത്തെയൊക്കെ പ്രത്യേകത ഇതാണ്, ആരുടെ കൺട്രോളിലാണ്, പ്രസിഡൻറ്റിൻ്റെ കൺട്രോളിലാണ്, അല്ലേ, പ്രസിഡൻ്റാണ് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ UTGST ആയിരിക്കും അപ്ലൈ ചെയ്യുക. അതേസമയം സ്വന്തമായി ഗവൺമെൻറ് ഉള്ള ഡൽഹി, ജമ്മു ആൻഡ് കാശ്മീരൊക്കെ ഏതായിരിക്കും, SGST ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അടുത്താണ് ITGST. ITGSTയുടെ പ്രത്യേകത, ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ, അതായത് 2 സ്റ്റേറ്റുകൾ തമ്മിൽ, അല്ലെങ്കിൽ 2 യൂണിയൻ ടെറിട്ടറി തമ്മിൽ, അല്ലെങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറിയും ഒരു സ്റ്റേറ്റും തമ്മിൽ ട്രാൻസാക്ഷനൊക്കെ നടത്തുമ്പോൾ ഈടാക്കുന്നതാണ് ഇത് IGST എന്ന് പറയുന്നത്. IGST കളക്ട് ചെയ്യുന്നത് ആരായിരിക്കും, സെൻട്രൽ ഗവൺമെൻറ് ആണ്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഏത് ആക്റ്റാണ്, IGST ആക്ട് 2017 പ്രകാരമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, സെൻട്രൽ ഗവൺമെൻറ് ഈസ് ദ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്സ് കളക്ഷൻ. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ എമൗണ്ട് കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, എങ്ങനെയുള്ള ട്രാൻസാക്ഷനാണ്, ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷനാണ് IGST അപ്ലൈ ചെയ്യുന്നത്. മറ്റൊരു ഫീച്ചർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇതാണ്, ഇമ്പോർട്ട് ഇൻറ്റു ഇന്ത്യ, അതുപോലെ തന്നെ എക്സ്പോർട്ട് ഫ്രം ഇന്ത്യ ആണെങ്കിലും ഏത് തന്നെയായിരിക്കും, IGST ആയിരിക്കും. പക്ഷെ ഒരു കാര്യം ഓർക്കുക, എക്സ്പോർട്ടിന് നമുക്ക് 0 റേറ്റ് ആണ്. അപ്പം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതാ നമ്മൾ അപ്ലൈ ചെയ്യുക, IGST ആയിരിക്കും അപ്ലൈ ചെയ്യുക. ഓക്കെ, എക്സ്പോർട്ടിന് 0 റേറ്റഡ് ആയിരിക്കും. ഇനി ഈ IGST പ്രകാരം ടാക്സ് കളക്ട് ചെയ്യുന്നത് ആരാണ്, സെൻട്രൽ ഗവൺമെൻറ് ആണ്, അല്ലേ. അപ്പോൾ ഈ സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ടാക്സ് എന്ത് ചെയ്യും, ഇവർ പിന്നീട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനൂടെ ഷെയർ ചെയ്യും. ഓക്കെ, അപ്പം IGST കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ് എങ്കിലും അത് 2 പേർക്കും പിന്നീട് അവരത് ഷെയർ ചെയ്യും. അപ്പോൾ ഇതാണ് IGST എന്ന് പറയുന്നത്. അപ്പോൾ IGSTയുടെ ഒരു എക്സാമ്പിളാണ് ഈ പറയുന്നത്. അതായത് ഹരി എന്ന് പറയുന്ന വ്യക്തി കേരളത്തിൽ ഉള്ള ഒരാളാണ്. അദ്ദേഹം മനു എന്ന് പറയുന്ന കർണാടകത്തിലുള്ള ഒരു വ്യക്തിക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നു. 1 ലക്ഷം രൂപയുടെ ഗുഡ്സാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. 18% IGST എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ ഓർക്കുക, ഇത് ഇൻ്റർ സ്റ്റേറ്റ് ആണ്, 2 സംസ്ഥാനമാണ്, അല്ലേ. അപ്പോൾ അവിടെ IGST ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ 18,000 രൂപയും കളക്ട് ചെയ്യുന്നത് ആരായിരിക്കും, സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. ഇനി ഈ 18,000-ൻ്റെ നേരെ പകുതി ആരെടുക്കും, സെൻട്രൽ ഗവൺമെൻറ് എടുക്കും. ബാക്കി 9% ആരാണോ കൺസ്യൂം ചെയ്യുന്നത്, നമുക്കറിയാം GST എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്, അല്ലേ. കൺസംഷൻ്റെ ബേസിൽ ടാക്സ് നിർണ്ണയിക്കുന്നതാണ്. ആരാണോ അൾട്ടിമേറ്റ് കൺസ്യൂമർ അവർക്കായിരിക്കും എന്ത് കൊടുക്കുക, റവന്യൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ കൺസ്യൂം ചെയ്യുന്ന വ്യക്തി ആരാണ്, കർണാടകയിലുള്ള വ്യക്തിയാണ്, അല്ലേ. അപ്പോൾ കർണാടകയ്ക്ക് 9%, ബാക്കി 9% ആരെടുക്കും, സെൻട്രൽ ഗവൺമെൻറ്റും എടുക്കും. അപ്പോൾ ഇതാണ് 4 തരത്തിലുള്ള GST ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന് ഒരു ബ്രീഫായിട്ട് പെട്ടെന്നൊന്ന് പറയുകയാണ്. CGST എന്ന് പറഞ്ഞാൽ അത് കളക്ട് ചെയ്യുന്നത് ആരായിരിക്കും, സെൻട്രൽ ഗവൺമെൻറ് ആണ്. എപ്പോഴാണ് CGST അപ്ലൈ ചെയ്യുന്നത്, ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ. SGST കളക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. എപ്പോഴാണ് അത് ചാർജ് ചെയ്യുന്നതും ഇൻട്രാ സ്റ്റേറ്റ് തന്നെയാണ്. IGST എപ്പോഴാണ്, ബിറ്റ്വീൻ 2 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്, അല്ലെങ്കിൽ ബിറ്റ്വീൻ 2 ഡിഫറെൻറ്റ് യൂണിയൻ ടെറിട്ടറീസ്.
അങ്ങനെ വരുമ്പോഴാണ് IGST കളക്ട് ചെയ്യുന്നത് ആരായിരിക്കും? സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും കളക്ട് ചെയ്യുന്നത്. അടുത്താണ് UTGST. UTGST യൂണിയൻ ടെറിട്ടറികൾ തമ്മിൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴാണ് അല്ലെങ്കിൽ സപ്ലൈ നടത്തുമ്പോഴാണ് UTGST അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.